സജ്ജനങ്ങളെ, നമ്മുടെ ലക്ഷ്യം എത്രത്തോളം ഉയർന്നതാണോ അത്രത്തോളം ഊർജം ആ ലക്ഷ്യം നേടുന്നതിലേക്കായി നമ്മളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ഈ രഹസ്യം മനസ്സിലാക്കിയവർ ഒരിക്കലും താഴ്ന്ന ലക്ഷ്യം വയ്ക്കാറില്ല. ഒരു ജീവനിൽ അന്തർലീനമായിരിക്കുന്ന ഊർജത്തിൻ്റെ ആനന്ദാവസ്ഥ അനുഭവിച്ചറിയണമെങ്കിൽ ഉന്നതമായ ലക്ഷ്യം ഉറപ്പിച്ചേ മതിയാകും. ഈശ്വരനേക്കാൾ വലിയൊരു ലക്ഷ്യമില്ല, അതിനേക്കാൾ വലിയൊരു ഊർജവുമില്ല, അതിനേക്കാൾ വലിയൊരു ആനന്ദവുമില്ല എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങുമ്പോൾ, അതായത് ഒരു ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഊർജത്തിൻ്റെ സാക്ഷാത്കാരമാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അവിടെ വ്യക്തിത്വം അസ്തിത്വമായി മാറുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ പരമമായ സാധ്യതയും ഇതുതന്നെയാണ്. ആ സാധ്യത തെളിയാത്ത കാലത്തോളം ജീവിതം ബാധ്യതയായിത്തീരും. ബാധ്യതയിൽ നിന്ന് സാധ്യതയിലേക്ക് പോകണമെങ്കിൽ ജീവന്റെ രഹസ്യമറിയുന്ന, അതായത് ഗുപ്തയോഗ രഹസ്യമറിയുന്ന യഥാർത്ഥ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ എത്തുമ്പോൾ ആ ജീവൻ മോക്ഷമാർഗത്തിലേക്ക് നയിക്കപ്പെടുന്നു.